നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിരിക്കുന്നത് നമുക്കറിയാം, ടെലഗ്രാമിൽ ഈ അടുത്തായിട്ട് ഒരുപാട് തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ഒരുപാട് ഗ്രൂപ്പുകൾ ചാനലുകളൊക്കെ പോകാറുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ഒരുപാട് ഫയൽസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചാനലുകളും ഗ്രൂപ്പുകളും ഒക്കെ ഇപ്പോൾ കോപ്പിറൈറ്റ് വന്ന് ടെലഗ്രാമിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെലഗ്രാമിൽ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി, ഗ്രൂപ്പുകളായാലും ചാനലുകളായാലും കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് കോപ്പിറൈറ്റ് ആ ഒരു ചാനൽ ഫുൾ അടിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് 2 മെസ്സേജൊക്കെ വരും, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഫയൽസ് ഏതെങ്കിലും ഒരു കമ്പനിക്കാരെ കോപ്പിറൈറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെസ്സേജ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഓളാക്കി വയ്ക്കാനും മറക്കരുത്. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പും ചാനലും ഒക്കെ കാണും. ഒരു ഗ്രൂപ്പിന് ബാക്കപ്പ് ചാനലുകളും അതുപോലെ തന്നെ മെയിൻ ചാനലും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനൊന്നും കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ കൂടുതലായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ പോലും ഗ്രൂപ്പിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് സാധിക്കുക. കാരണം ചാനലുകളാണ് പെട്ടെന്ന് തന്നെ കോപ്പിറൈറ്റ് വന്ന് പോകുന്നത്, ഗ്രൂപ്പുകളിൽ അങ്ങനെ ഒരുപാട് കോപ്പിറൈറ്റ് വരാറില്ല. അതുകൊണ്ട് ഗ്രൂപ്പുകളിൽ മെമ്പേഴ്സിനെ കൂട്ടാനും ചാനലുകൾ ഒത്തിരി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല. അപ്പോൾ ഗ്രൂപ്പുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫയൽസ് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഫയൽസ് ഇട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ കോപ്പിറൈറ്റ് വന്ന് പോകുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള മൂവി ഫയൽസും ആ ഒരു ചാനലിൽ ഇടാൻ പാടില്ല. നിങ്ങൾ ഇതുപോലെ സ്റ്റാറ്റസ് വീഡിയോസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് ആണ് മിക്ക സിനിമകളും. അപ്പോൾ സിനിമകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്, ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ ആ ഒരു ഫയൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ നല്ലൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് ഓട്ടോ ഡിലീറ്റ് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 24 മണിക്കൂർ, 1 വീക്ക്, അതുപോലെ ഇതാണ് അതിൻ്റെ 2 സെറ്റിങ്ങുകളും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഓട്ടോ ഡിലീറ്റ് ടൈമർ എന്നുള്ള ഭാഗം എനേബിൾ ആക്കി ഇടുക. എല്ലാ ഗ്രൂപ്പിലും അത് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടൈമർ 24 മണിക്കൂറത്തേക്ക് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ ഇത് കോപ്പിറൈറ്റ് കണ്ടന്റ് ആണെങ്കിൽ പോലും ഒരു ദിവസത്തിനകം ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഒരു വീക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും 24 hours ഇടുന്നതാണ് കൂടുതൽ സേഫ്. അപ്പോൾ എല്ലാവരും ഓട്ടോ ഡിലീറ്റ് ടൈമർ ഉറപ്പായിട്ട് ഒരു ഗ്രൂപ്പിൽ എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം ഓർമ്മിക്കുക. ഇനി ഗ്രൂപ്പുകൾ എല്ലാവർക്കും ഉള്ളതാണ് ചാനലുകൾ. ആ ഒരു ഗ്രൂപ്പിന് ഓട്ടോ ഫിൽട്ടർ ബോട്ട് ഉണ്ടെങ്കിൽ അതിന് ബാക്കപ്പ് ചാനലുകളും അതുപോലെ തന്നെ സീരീസുകൾ, മൂവി കളക്ഷൻസ് എല്ലാം വെക്കാനായിട്ട് ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചാനലുകളും അങ്ങനെ അതുപോലെ തന്നെ മെയിൻ ചാനലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മെയിൻ ചാനലിൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ സിനിമകളാണ് മെയിൻ ചാനലിൽ ഇടുന്നത്. അപ്പോൾ അതിൽ ഒരു കണക്കിൽ കൂടുതൽ ഫയൽസ് വരാതെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് പുതിയ സിനിമകൾ ഫിൽട്ടർ ചെയ്യുന്നതനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ചാനലിലെ ആദ്യമുള്ള ഫയൽസ് ഡിലീറ്റ് ചെയ്ത് ആ ഒരു ഫിൽട്ടർ ഡിലീറ്റ് ചെയ്ത് ആ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോ ഫിൽട്ടർ ബോട്ട് ആ ഒരു PM റിസൾട്ട് കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു ചാനലിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ആ ഒരു ചാനലിലെ ലിങ്ക് ഒന്നും ആർക്കും ഷെയർ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ചാനൽ PM കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചാനലിലേക്ക് ആരും ആക്സസ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ആ ചാനലിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ടിലേക്ക് പഴയ സിനിമകൾ ആഡ് ചെയ്യുക. ആ ഒരു മെയിൻ ചാനൽ പുതിയ സിനിമകൾ മാത്രം, ഒരു 5, 6, 7, 8 പുതിയ സിനിമകൾ മാത്രം മതി. ബാക്കി പുറകോട്ടുള്ളതെല്ലാം ആ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ടിലേക്ക് മാറ്റി ആ ഒരു ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയുള്ളതാണ് TV സീരീസുകളും അതുപോലെ തന്നെ മൂവി കളക്ഷൻസുമുള്ള ചാനലുകൾ. അത് നിങ്ങൾക്ക് ഓട്ടോ ഫിൽട്ടർ ബോർഡിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ സീരീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ വൈക്കിങ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 90 എപ്പിസോഡാണ്. ആ 90 എപ്പിസോഡും കൂടി ഒരു ഓട്ടോ ഫിൽട്ടർ ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ആൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഒരു PM സ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പിലേക്ക്, ഒരു ചാനലിലേക്ക് മാറ്റുക. അതായത് മൂവി കളക്ഷൻസിന് വേണ്ടി ഒരു ചാനൽ എടുക്കുക, അതുപോലെ തന്നെ TV സീരീസിന് വേണ്ടിയും ഒരു ചാനൽ എടുക്കുക. അപ്പോൾ അതെല്ലാം ഫിൽട്ടർ ചെയ്ത് വെക്കുക. TV സീരീസുകളും മൂവി കളക്ഷൻസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്ത് വെക്കുക. അപ്പോൾ ഫിൽട്ടർ ചെയ്യാനുള്ള വീഡിയോ കഴിഞ്ഞ നമ്മൾ ചെയ്തിരുന്നെല്ലാം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഫിൽട്ടർ ചെയ്യാനുള്ള ചാനലും അങ്ങനെയുള്ള 2 ചാനൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഓട്ടോ കിക്ക് ബോട്ടിനെ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ബോട്ട് 2 ചാനലും പബ്ലിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ചാനൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാതെ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആ 2 ചാനലുകളും പബ്ലിക് ചാനലായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഓട്ടോ കിക്ക് ബോട്ടിനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു ഓട്ടോ കിക്ക് ബോട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് ഇനിയും
അത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പേഴ്സിന് റിമൂവ് ചെയ്യുന്ന ബോട്ടാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ കോപ്പിറൈറ്റ് അങ്ങനെ വരത്തില്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ചാനലുണ്ട്, അത് ഏകദേശം ഒരു 5000-ന് മുകളിൽ ഫയൽസ് ഉണ്ട്. പക്ഷേ അതിൽ 4 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണുള്ളത്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ല, അതിനങ്ങനെ കോപ്പിറൈറ്റ്സ് ഒന്നും വരത്തില്ല. അതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് മെയിനായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഒരു ചാനൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ബാക്കപ്പ് ചാനലിലെ കാര്യങ്ങൾ ഫയൽസ് ഇട്ടാൽ പോലും മെമ്പേഴ്സ് ഇല്ലാതെ നോക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റ് ചാനലിൻ്റെ ലിങ്കുകളൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ നോക്കുക. അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ ഓട്ടോ ഫിൽട്ടർ ബോർഡിൽ PM-ൽ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് വന്നെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു കോപ്പിറൈറ്റ് മെസ്സേജ് വരുന്നതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വരും, ഇത്രയും ഫയൽസുകൾക്ക് ഇന്ന കമ്പനി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരും ടെലഗ്രാം സപ്പോർട്ടിൽ നിന്നും. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ചാനലുള്ള മുഴുവൻ ഫയൽസും ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ചാനലിന് കോപ്പിറൈറ്റ് വരാതിരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആ ഒരു ഫയൽസ് മൊത്തം ഡിലീറ്റ് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ഓൾ എന്ന് പറഞ്ഞ ബോട്ടൊക്കെ അവൈലബിൾ ആണ്. ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചാനലിൽ ഫുൾ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബോട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ യൂസ് ചെയ്ത് നോക്കുക, ആ ഒരു ചാനലിലെ ഫുൾ ഫയൽസും ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പിൽ സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ചാനൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് അത് പബ്ലിക്കാക്കി മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൽ 24 മണിക്കൂർ ടൈമർ വെക്കുക. അപ്പോൾ ഗ്രൂപ്പിലെ കാര്യം സെറ്റായി കോപ്പിറൈറ്റ് വരാതെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ വേറൊരു കാര്യമാണ്, ഇനി എങ്ങനെയാണ് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കോപ്പിറൈറ്റ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. മെയിനായിട്ട് ടെലഗ്രാമിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കണം, അതായത് നമുക്ക് പിന്നെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർ ആ ഒരു ചാനൽ തിരിച്ചു തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് DMCA ടെലഗ്രാം എന്ന് പറഞ്ഞ യൂസർ നെയിമിലുള്ള ടെലഗ്രാം സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ നിന്നായിരിക്കും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെലഗ്രാമിൽ സപ്പോർട്ടിൽ തന്നെ നമ്മളങ്ങോട്ട് മെസ്സേജ് അയക്കുക, നമ്മളിങ്ങനെ ആ ഒരു ഫയൽസ്, ആ ഒരു ചാനലിലെ ഫയൽസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയണം, എന്നിട്ട് നമ്മൾ ആ ഒരു ചാനലിലെ ഫയൽസുകൾ ഡിലീറ്റ് ചെയ്തു, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മൾ അറിയാതെ ചെയ്തതാണ് എന്ന രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്ത് ആ ഒരു മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ലിങ്കും നമ്മുടെ യൂസർ നെയിമും എല്ലാം കൊടുത്തതിന് ശേഷം അങ്ങോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ആ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവർ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് കമ്പനിയിൽ നിന്നാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അവർ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ പോയി അവർ കോപ്പിറൈറ്റ് തന്നിരിക്കുന്ന അവർക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് നോക്കുക, നമ്മൾ ആ ഒരു ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തോളാം, ഇനി അത് ആവർത്തിക്കുക, ഒരിക്കലും ആ ഫയൽസ് നമ്മുടെ ആ ഒരു ചാനലിലേക്ക് ആഡ് ചെയ്യത്തില്ല എന്ന രീതിയിൽ അവർക്ക് മെസ്സേജ് അയച്ച് നോക്കുക. അപ്പോൾ അവരത് പിൻവലിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ നിന്നും ഇപ്പോൾ ആ ഒരു ഡിലീറ്റായി പോകുന്നതിൽ നിന്നും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ ഒരു വഴിയാണ് ഈ ഒരു ടെലഗ്രാം സപ്പോർട്ട് DMCA ടെലഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു യൂസർ നെയിം പോലെ തന്നെ അവർക്കൊരു ഇമെയിൽ അക്കൗണ്ടും കൂടി ഉണ്ട്. അതായത് DMCA.telegram@gmail.com എന്ന് പറയുന്ന ആ ഒരു ഇമെയിലിലേക്ക് ആ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ആ ഒരു ഇമെയിൽ അയച്ചു നോക്കുക. അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ തെറ്റല്ല, അതായത് ഒരു ഫയൽസ് ആക്സിഡൻ്റായിട്ട് ആളായി പോയതാണ്, അത് ഡിലീറ്റായി കളഞ്ഞോളാം, ആ ചാനലിലെ ഫുൾ ഫയൽസ് ഡിലീറ്റ് ചെയ്തു, ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ആ ചാനലിലെ ലിങ്കും യൂസർ നെയിമും എല്ലാം കൊടുത്ത് ആ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ചാനലിൻ്റെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവർ തിരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടെലഗ്രാം സപ്പോർട്ടിനൊക്കെ മെസ്സേജ് അയച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് വലിയ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, 100% ഉറപ്പ് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കിട്ടില്ലെന്ന് വരാം, കൂടുതൽ സമയത്തും അത് കിട്ടാതിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചാനൽ വളരെ വളരെ കുറവാണ്. സോ അങ്ങനെയാണ് അതിന് കാര്യങ്ങൾ തോന്നുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് കോപ്പിറൈറ്റ് വന്ന് കഴിഞ്ഞിട്ട് ശരിയാക്കുന്നതൊക്കെ നല്ലത് കോപ്പിറൈറ്റ് വരാതെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെലഗ്രാം കോപ്പിറൈറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.